നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 9:12. പ്രീവിയസ് ഡേ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ റേഞ്ച് വരുന്നത് 2.9% അതായത് നിയർലി 3% കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതിൻ്റെ 14 ഡേയ്സ് ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും അത് 3% മുകളിലോ അടുത്തോ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് പ്രീ ഓപ്പൺ മാർക്കറ്റ് വന്നേക്കുന്നത് 297 രൂപയിലാണ്. അതായത് നമുക്കിവിടെ കാണാം, ഇവിടെയാണ് മാർക്കറ്റ് പ്രീ ഓപ്പൺ ഇന്ന് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ 9:15 സ്റ്റാർട്ടിംഗ് ക്യാൻഡലിൻ്റെ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈയും ലോയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈ ക്രോസ് ചെയ്ത് മുകളിൽ പോയി അതിനുശേഷം ഒരു റീടെസ്റ്റും പ്രീവിയസ് ഡേ ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. ഇനി മുകളിലേക്കല്ല പോകുന്നതെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ വെച്ചതിന് ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ആ ലോയിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡേ ലോ വരെ, പ്രീവിയസ് ഡേ ലോ എത്രയായിരുന്നു അതായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ട്രേഡിംഗ് പ്ലാനായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 9:14 ആയിട്ടുണ്ട്. അപ്പോൾ 9:15 ആയി കഴിയുമ്പോൾ ആ ക്യാൻഡലിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ജേണൽ നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് 9:15 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അധിക സമയമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് ക്യാൻഡിലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ജസ്റ്റ് പ്രീവിയസ് ഡേ ഹൈയെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഡേ ഹൈക്ക് മുകളിലൊരു ക്ലോസിങ് നമുക്ക് കിട്ടണം. അതിനുശേഷം കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് തന്നെ മൂവ് ചെയ്യണം. മുകളിലേക്ക് തന്നെ മൂവ് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് വരണം. അതിന് ശേഷമായിരിക്കും നമ്മുടെ എൻട്രി വരുന്നത്. അപ്പോൾ എന്തായാലും സമയമുണ്ട് കുറച്ചും കൂടെ, നമുക്കത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലോസിങ് തന്നിട്ടുണ്ട്. പിന്നീട് മുകളിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 50 എന്താണ് ചെയ്യുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. നിഫ്റ്റി 50 ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അത് മുകളിലേക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു പോയിന്റിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ, അതായത് 298.55 റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുത്ത് തുടങ്ങാവുന്നതാണ്. റീടെസ്റ്റ് വരുന്നില്ല എങ്കിൽ നമുക്ക് പിന്നെ അവിടെ എൻട്രി എടുക്കാൻ മാർഗവുമില്ല. അതായത് വൺ സൈഡ് മൂവ് ചെയ്ത് ഇത് വലിയ രീതിയിൽ മുകളിലേക്ക് പോയാൽ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ, അക്കോർഡിംഗ് ടു നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ നമ്മളൊരു റൂൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റൂള് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ക്യാൻഡിലാകാം, പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. അത് വരുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കാം. ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അത് ഈ ലൈനിന് താഴെ അല്ല എങ്കിൽ നമുക്കവിടെ എൻട്രി എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ക്യാൻഡിലും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ക്യാൻഡിലും താഴത്തേക്ക് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്.
അങ്ങനെ താഴത്ത് പോയി ക്ലോസ് ചെയ്താൽ നമ്മളവിടെ എൻട്രി എടുക്കേണ്ട. എപ്പോഴാണോ നമ്മളുടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ക്ലോസിങ് തരുന്നത് അപ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി. ഇപ്പോൾ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് സൈഡാണ് വോളിയം കൂടുതൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തിരികെ കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ബൈയിങ് സൈഡ് കൂടുതൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ മാർക്കറ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി നോക്കിയാൽ മതി. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ് നമുക്ക് ക്ലോസിംഗ് തരുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ് 1 2 3 4 5 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് വന്നാൽ നമുക്ക് ഷോർട്ട് സെല്ലിങ്ങിനും എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ 5 മിനിറ്റിൻ്റെ ലോ, ഇവിടെ 5 മിനിറ്റിൻ്റെ ഹൈ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, കാരണം പ്രീവിയസ് ഡേ ഹൈ അതിനു മുമ്പുണ്ട്. അവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കും. നിഫ്റ്റി അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഓപ്പൺ റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. ഇന്നത്തെ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ലോയിലേക്ക് മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോഴും അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റിൻ്റെ ലോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു, അതിന് ശേഷം തിരികെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഒന്നുകിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴത്തെ ക്ലോസിങ് തരണം, അതിന് ശേഷം ഒരു പുൾ ബാക്ക് ഡേ ലോയിലേക്ക് വരണം, അതായത് ഫസ്റ്റ് 5 മിനിറ്റ് ലോയിലേക്ക് വരണം. അവിടുന്ന് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഷോർട്ട് സെല്ലിംഗ് എൻട്രി പരിഗണിക്കാവുന്നതാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. ഡോമിലെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് ഏകദേശം തുല്യം. ഇപ്പോൾ അത് ബൈയിങ് സൈഡ് കൂടുതൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്നതാണ് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ എടുത്തിട്ടുണ്ട്, അതിന് ശേഷമാണ് മൂവ് ചെയ്യുന്നത്. ഒപ്പം പ്രീവിയസ് ഡേ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു പോയിൻ്റ് ഒരു റിജക്ഷൻ പോയിൻ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ വന്നപ്പോഴൊക്കെ മാർക്കറ്റിനെ താഴത്തേക്ക് പുഷ് ചെയ്തിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇന്നങ്ങനെയാണ് മാർക്കറ്റ് താഴേക്ക് തന്നെ മൂവ് ചെയ്തേക്കാം, നമുക്കറിയത്തില്ല, സാധ്യതയുണ്ട്. നല്ലൊരു ബൈയിങ് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ രണ്ട് ലൈനുകളുടെ ഉള്ളിൽ എൻട്രി വരത്തില്ല, അതിനെ ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ പോകുമ്പോൾ മാത്രമേ എൻട്രി ഉണ്ടാകത്തുള്ളൂ.
മാർക്കറ്റിനൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ലൈനുകളുടെ ഈ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അതിന് വെളിയിൽ വരട്ടെ, അതിന് ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത് ഇതിനൊരു റീടെസ്റ്റ് ആയിട്ട് നമ്മൾ തൽക്കാലം കരുതുന്നില്ല. കാരണം ഇതിവിടെ ഒരു കൺസോൾട്ടേഷനായിട്ട് മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ. റീടെസ്റ്റായിട്ട് കരുതണമെങ്കിൽ ഇത് കുറച്ച് താഴത്തേക്ക് തന്നെ മൂവ് ചെയ്തതിന് ശേഷം നല്ലൊരു പുൾ ബാക്ക് വരണമായിരുന്നു. അപ്പോൾ ഇതങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാനായിട്ട് നിലവിൽ പറ്റത്തില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ഡിസിഷൻ എടുത്തിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ഡോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെല്ലിംഗ് സൈഡ് വോളിയം ഒത്തിരി കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. സോ മാർക്കറ്റ് തിരിച്ച് കയറി മുകളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പ്രകാരമല്ല, അതായത് നല്ലൊരു മൂവ് താഴത്തേക്കും അതിന് ശേഷം ഒരു നല്ല പുൾ ബാക്ക് മുകളിലേക്കും വന്നാൽ മാത്രമേ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഈ ക്യാൻഡിൽ അതിനടുത്ത് തന്നെ, ഇപ്പോൾ നിൽക്കുന്ന ഏരിയയ്ക്ക് അടുത്ത് തന്നെ അത് ക്ലോസിങ്ങും തരണം, അതിന് ശേഷം പുൾ ബാക്ക് വരണം. എന്നാലേ നമുക്ക് അവിടെ പോയിട്ട് ഷോർട്ട് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് എൻട്രി എടുക്കേണ്ടത് എല്ലായ്പ്പോഴും ആ വരച്ചേക്കുന്ന ലൈനിന് താഴെ, ഷോർട്ട് സെല്ലിംഗ് എൻട്രീസ് എല്ലാം ആ ലൈനിന് താഴെയാണ് വരേണ്ടത്. അതിനുള്ളിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റാത്ത സാഹചര്യം നിലവിലായിട്ടുണ്ട്. സോ നമ്മളിനി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളി ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം അവിടെ ആയിട്ടുണ്ട്. അവിടെ എൻട്രി എടുത്താൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്ന ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാൻ പറ്റും. 0.5%-നുള്ളിലാണ് ഈ കാണുന്ന പോലെ. ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിട്ട് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു കാര്യം ഈ കൂട്ടത്തിലൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോണം, നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി എടുക്കാവുന്ന പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന എൻട്രി ആ ട്രേഡ് പ്രോഫിറ്റിൽ അവസാനിക്കണമെന്ന് ഒരു നിർബന്ധവും. നമ്മൾ ഏത് ട്രേഡും എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ആ ട്രേഡുകളൊക്കെ പ്രോഫിറ്റിൽ അവസാനിക്കാനും ഒപ്പം തന്നെ ലോസിൽ അവസാനിക്കാനുമുള്ള സാധ്യത ഒരുപോലെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിനെ വിജയിക്കാൻ പോകുന്നത് റിസ്ക് റിവാർഡ് ഒന്നുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മുടെ സ്ട്രാറ്റജി കൊണ്ടിട്ട് നമുക്ക് മാർക്കറ്റിനെ വിജയിക്കാൻ പറ്റില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സ്ട്രാറ്റജിക്കും ബൈ ഡിഫോൾട്ട് 50-50 വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്. അങ്ങനെ ഉള്ള ആ പ്രോബബിലിറ്റി മാത്രം നമ്മൾ എടുത്താൽ മതി. കാരണം ആക്യുറസി കൂട്ടിക്കൊണ്ട് നമുക്ക് മാർക്കറ്റിനെ വിജയിക്കാൻ പറ്റില്ല. അതർവൈസ് നമ്മൾ എത്ര നല്ല സ്ട്രാറ്റജി കണ്ടെത്തിയാലും അതിൻ്റെ ആക്യുറസി എല്ലായ്പ്പോഴും ഒരുപോലെ വർക്ക് ചെയ്യും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ എന്നിട്ട് ക്ലോസിങ്ങും തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാൻഡിലിൽ എൻട്രി എടുക്കും. ഇതിൻ്റെ ലോ വരുന്നത് 296 രൂപ 25 പൈസയാണ്. എൻട്രി എടുക്കാൻ നമ്മളിനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെ, അത് തന്നെയാണ് കാണുന്നത്. ഈ ക്യാൻഡിൽ വെളിയിൽ ക്ലോസിങ് തന്നാൽ നമ്മളതിൽ എൻട്രി എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കിവിടെ സ്നൈപ്പർ ലെവലിൽ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ക്ലോസിങ് തന്നെങ്കിലും ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് അല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ.
ഓക്കെ, എൻട്രി എടുക്കുവാണ്. എടുത്തു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്, തൊട്ടടുത്ത് തന്നെ. അതായത് നമ്മൾ തെറ്റാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് പോരുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 297.50 സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോവുകയാണ്. അങ്ങോട്ടേക്ക് എത്ര പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 0.35% ചേഞ്ച് മതി. ഓക്കെ, എന്തായാലും നമ്മളത് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്തു. ഇനി ബൈ ചെയ്യാൻ പോവുകയാണ്. 297.55 നമ്മൾ ബൈ ചെയ്യും. ഓക്കെ, ഓർഡർ ഇടുവാണ്. അപ്പോൾ 0.5% ചേഞ്ച് അവിടെ ഇല്ല. അതിനുള്ളിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ എൻട്രി വന്നേക്കുന്നത് 296.30 296.30 നിന്ന് സ്റ്റോപ്പ് ലോസ് 297.55, അതായത് 0.4% ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇന്ന് പോകാവുന്ന നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ വരെ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് 1:2 കിട്ടുവാണെങ്കിൽ നമുക്കത് ധാരാളമാണ്. നമുക്ക് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. 296.30 നിന്ന് നമ്മുടെ ഈ റെസിസ്റ്റൻസ് വരെ 1:2 കിട്ടുമോ ഇല്ലയോ. നമ്മൾ വെച്ചേക്കുന്ന റിസ്ക് റിവാർഡ് വെച്ച് നമുക്ക് 1:3 കിട്ടുന്നുണ്ട് ഇവിടെ വരെ. അപ്പോൾ 292.15 നമ്മൾ ടാർഗറ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് 1:3.5 ആണ്. ഓക്കെ, ഇവിടെ വരെ മാർക്കറ്റിന് മൂവ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. കാരണം 3% മാർക്കറ്റ് ATR ഏകദേശം 3%-നടുത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് ഡേ ലോ വരെ, പ്രീവിയസ് ഡേ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ 3% ഉണ്ട്. നമ്മൾ വെക്കുന്ന ടാർഗറ്റിലേക്ക് 2.6% ഉണ്ട്. സോ ഇത് അച്ചീവബിൾ ആണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ട് തൽക്കാലം ടാർഗറ്റ് ചെയ്യുവാണ്. അങ്ങോട്ട് മാർക്കറ്റ് പോകില്ലെന്ന് ഉറപ്പ് വന്നാൽ മാത്രം നമ്മൾ 1:2 എവിടെയാണോ അവിടെ വെച്ച് എക്സിറ്റ് എടുത്താലും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു റേഞ്ചിനടുത്തേക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടാർഗറ്റ് കുറയ്ക്കുകയാണെങ്കിൽ പോലും 292.65 വെച്ച് കഴിഞ്ഞാൽ പോലും 1:3 ആണ്. 1:3 നമുക്കൊന്ന് റൗണ്ട് ചെയ്തേക്കാം. ഓക്കെ, അതായത് 292.70 നമ്മൾ ടാർഗറ്റ് വയ്ക്കാൻ പോവുകയാണ്. ബൈ ലിമിറ്റ് 292.70 50 ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മൾ ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. അത് 1:3 ആണ് നമ്മൾ വെച്ചേക്കുന്ന റിസ്ക് റിവാർഡ് അനുസരിച്ച്. നമുക്ക് വീണ്ടും 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടേക്കാം. മാർക്കറ്റ് ആ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിന് എവിടെ നിന്ന് വേണമെങ്കിലും റിവേഴ്സായി പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. സോ ദാറ്റ് മാർക്കറ്റിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലല്ല നമ്മൾ വിജയിക്കുന്നത്, മറിച്ച് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മണി മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ഇതിലൂടെയാണ് ഒരു ട്രേഡർ വിജയിക്കുന്നത് അല്ലെങ്കിൽ വിജയിക്കേണ്ടത്. അതായത് അക്കോർഡിംഗ് ടു ദാറ്റ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഇതിനെ വിജയിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ മാനസിക ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വിജയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നതാണ്. മറിച്ച് നമ്മൾ ആക്യുറസി വെച്ചിട്ട് വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകേടായി തോൽവികളെ എടുക്കാൻ തുടങ്ങും. അതാണ് സൈക്കോളജിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ അളന്നേക്കുന്നത്.
3% ആണ്. ആ ഹൈയും ലോയുടെയും കൃത്യം മധ്യഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് വരുന്നത് 294.15 ആണ്. അതായത് 294.15 നമുക്ക് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നതെല്ലാം സാധ്യതയാണ്. അത് അതുപടി സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ മാർക്കറ്റ് നമ്മൾ ഇതുവരെ വാച്ച് ചെയ്തതിനകത്ത് 90% ഓഫ് ടൈമും നമ്മളതാണ് കണ്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഇനി മുതൽ നമുക്ക് എന്ത് വേണ്ട, ടാർഗറ്റ് കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ അത് സംഭവിച്ചോളും, നമ്മുടെ കഴിവൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കിയിരിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇപ്പോൾ ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് തന്നെ ആയാലും മാർക്കറ്റിൽ അലർട്ട് അടിക്കും. അപ്പോൾ ഈ അലർട്ട് കേട്ടതിന് ശേഷം മാത്രം നമ്മൾ പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാം, നമ്മുടെ ജീവിതം അങ്ങ് എൻജോയ് ചെയ്യുക. ഇത് നമ്മൾ ചെയ്യുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിട്ട് ചെയ്യണ്ട. പണം വന്നോളും. നിങ്ങൾ ഈ പ്രോസസ്സ്, നിങ്ങളുടെ പ്രവൃത്തി മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നോളും. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. സോ ദാറ്റ് ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. ഇതിൻ്റെ റിസൾട്ട് അടുത്ത ദിവസത്തെ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഈ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അന്ന് എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഹോംവർക്കായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് കിട്ടും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, താങ്ക് യു.